ടീച്ചുവിൻ്റെ വല്യച്ഛൻ്റെ മോളുടെ 90 കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷെ ഇപ്പം ഞങ്ങൾ വന്നിട്ടുള്ള പറമ്പിക്കാണേ. അവിടെ പണി ഉണ്ട്, പണിക്കാരനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ ആൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നിക്കട്ടെ. ഇടനേരം കഴിക്കാനും ഉച്ചയ്ക്ക് കഴിക്കാനും ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിട്ട് രാവിലെ കൊടുന്ന് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ നിന്ന് പരിപാടി നടക്കുന്നിടത്തുനിന്ന് വരണ്ടല്ലോ. അപ്പോൾ കവുങ്ങിനൊക്കെ ഒന്ന് തടെടുത്തിട്ട് മൂടുക കേട്ടോ. അപ്പോൾ അതാണ് പണി. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടാം. ഇതാണ് വല്യമ്മയുടെ വീട്. അപ്പോൾ ഏകദേശം എല്ലാവർക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ചടങ്ങിനുള്ള നേരമൊന്നും ആയിട്ടില്ല കേട്ടോ. എല്ലാവരും കൂടുമ്പോൾ ഇതേപോലെ നല്ല ബഹളമായിരിക്കും. ഇങ്ങനെയൊക്കെ കാണുമ്പോഴല്ലേ സംസാരിക്കുക. അപ്പോൾ ദീച്ചുക്കുട്ടനവിടെ അവളെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്ന് ഫ്രണ്ട്സ് ആവാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അത് ഇപ്പോൾ 90 കുട്ടിയുടെ മാമൻ്റെ മോനാണേ. അപ്പോൾ നമ്മളെല്ലാവരും കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ചില്ല ചെയ്യാണ്. ഇത് അമ്മായിയാണ് കേട്ടോ കുട്ടിയുടെ. എല്ലാവരും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വാവ, ഇതാണ് വാവ. ആള് ഏട്ടനാണ് കേട്ടോ. ഏട്ടനും കുഞ്ഞനുജത്തിയാണ്. അപ്പോൾ അത് അമ്മ വന്നിട്ട് ഉണ്ണിക്ക് കുറിയൊക്കെ തൊട്ടെടുക്കുന്നുണ്ട്. അത് അമൃതേച്ചിയെ. അപ്പോൾ ഏട്ടൻ്റെ വല്യച്ഛൻ്റെ വീടാണ് കേട്ടോ. അത് വല്യച്ഛൻ്റെ മോൻ്റെ കുട്ടിയാണ്, 90 കുട്ടിയിട്ടാണ്. പിന്നെ അത് അമൃതേച്ചി വന്ന് വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. പിന്നെ പേരിടൽ ചടങ്ങാണ് കേട്ടോ. മോൾക്ക് അദ്വിക എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അത് മോളുടെ മാമനാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് പേരിടലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തുട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സെഷനിൽ ഇത് വല്യമ്മയും ഷീനേച്ചിയും മക്കളും എല്ലാവരും ഒക്കെ ഉണ്ട്. അവരുടെ ഫാമിലിയാണ്. പിന്നെ ഇത് അമൃതേച്ചിയുടെ ഫാമിലിയാണ്. പിന്നെ ഇത് മാമനും അമ്മായി. അവിടെ ഇരിക്കുന്നതും മാമൻ തന്നെയാണ്. പിന്നെ ഇരിക്കുന്നത് വല്യച്ഛൻ്റെ ഷീനേച്ചിയുടെ വീട്ടിലത്തെ അച്ഛനും അമ്മയാണ് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. ദീച്ചുകൂട്ടിനും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ലാസ്റ്റ് ആയിരിക്കും. ഞങ്ങളെ കഴിഞ്ഞിട്ട് പിന്നെ ഏട്ടന്മാരൊക്കെ ആയിരുന്നു. സദ്യയായിരുന്നു കേട്ടോ. 2 കൂട്ടം പായസമൊക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യയായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് പോകാനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ദീച്ചുകൂട്ടിന് പുതിയ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ദീച്ചുകൂട്ടി അവരുടെ അടുത്തൊക്കെ കുറച്ച് നേരമൊക്കെ കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ മുറ്റത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതെല്ലാവരും പോയി പന്തൽ വെച്ചിട്ടാണ് ഞങ്ങളിവിടെ തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.